അപ്പോൾ ഇതാണ് ബയോളജിയിൽ വരുന്ന ഏറ്റവും അതുപോലെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആർ അഗെയിൻ ന്യൂമറസ് ബ്രാഞ്ചസ് ആർ ദേ. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. ബാക്ടീരിയോളജി, വൈറോളജി എന്നൊക്കെ പറയുന്ന ചില ബ്രാഞ്ചുകൾ നമ്മുടെ ബയോളജിയുടെ ഭാഗമായിട്ട് ഉണ്ട്. സോ ദാറ്റ് ഈസ്. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഒരു ബയോളജിക്കൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ, ആ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വർഷം ആദ്യമായിട്ട് ബോട്ടണിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജീവികളെ അല്ലെങ്കിൽ ഓർഗാനിസത്തെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആണ് അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജീവികളെ പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോട്ടണി എന്നും സുവോളജി എന്നും രണ്ട് ടേംസ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെ ബയോളജി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഈ രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു. അത് ഈ ക്ലാസിഫിക്കേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ ജീവികളുടെ രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്ന് പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സ്, രണ്ട് അനിമൽസ്. ഇതിനെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. ഈ ഒരു ക്ലാസിഫിക്കേഷനെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. എല്ലാ ജീവികളെയും നമ്മൾ പൊതുവായിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് അങ്ങ് തിരിച്ചു. അത് ലിനേയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഈ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ലിനേയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ലിനേയസ് proposed the two kingdom classification in which all the organisms are classified into two different groups. രണ്ട് ഗ്രൂപ്പുകളായിട്ട് അങ്ങ് തിരിച്ചു. പക്ഷെ കുറേ കാലം നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ് അതിനകത്ത് ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് കുറെ ഉണ്ട്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് ഉണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഇവയ്ക്ക് ഇവയുടേതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് പ്ലാന്റ്സ് എന്നോ അനിമൽസ് എന്നോ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഓർഗാനിസംസും അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, എന്താ ഈ ടേം പ്രിമിറ്റീവ്, നോട്ട് അഡ്വാൻസ്ഡ്, ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കാത്ത ജീവികൾ അല്ലെ, അങ്ങനെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, അപ്പൊ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് അനിമൽസ്. അപ്പൊ ഇവയൊക്കെ പ്ലാന്റ്സിനകത്തോ അനിമൽസിനകത്തോ പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ആണ് പുതിയ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. അപ്പൊ അതാണ് 5 കിങ്ഡം or may say 5 kingdom classification. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നു? 5 ആയിട്ട് തരംതിരിക്കുന്നു. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആകെ 2 ആയിട്ട് മാത്രമാണ് തരംതിരിച്ചത്. അതേസമയം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ജീവികളെ 5 ആയിട്ട് തരംതിരിച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെൽ സ്ട്രക്ചർ നമ്മൾ നോക്കി. സെല്ലിന്റെ സ്ട്രക്ചർ, സെല്ലിന്റെ ഘടന എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ സെല്ലിന്റെ ഓർഗനൈസേഷൻ, ആ സെൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഒരു ഓർഗാനിസത്തിൽ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, പിന്നെ അതിന്റെ ന്യൂട്രിഷൻ എങ്ങനെയാണ്,
അപ്പോൾ എന്നിങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളെ, ക്രൈറ്റീരിയകളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ഒരു സയന്റിസ്റ്റ് R.H. വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. R.H. വിറ്റാക്കർ. അപ്പൊ R.H. വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അങ്ങനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏതെല്ലാം ഗ്രൂപ്പുകളാണ് വരിക? ക്ലാസിഫിക്കേഷൻ മീൻസ് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്ന ഓർഗാനിസംസ് ഏതെല്ലാമാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസംസ് എന്ന് പറയുന്നത്, ഒന്ന് ദ കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ. 2 കിങ്ഡം പ്രോട്ടിസ്റ്റ. ആ കിങ്ഡം പ്രോട്ടിസ്റ്റ. 3 കിങ്ഡം ഫഞ്ചി. 4 കിങ്ഡം പ്ലാന്റി. 5 കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ. അപ്പൊ അങ്ങനെ 5 കിങ്ഡംസ് ആണ് നമ്മൾ പഠിച്ചത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡംസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം മൊണീറ. ഈ ടേംസ്, പുതിയ പുതിയ പദങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഈ ടേംസ് ഒക്കെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് നമ്മൾ പഠിക്കണം. ഒന്നാമത്തത് ടേം നമ്മൾ പറഞ്ഞത് കിങ്ഡം മൊണീറ. മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. രണ്ടാമത് കിങ്ഡം പ്രോട്ടിസ്റ്റ. രണ്ടാമത്തെ ടേം പ്രോട്ടിസ്റ്റ. ഇനി മൂന്നാമത്തത് കിങ്ഡം ഫഞ്ചി. കിങ്ഡം ഫഞ്ചി. then കിങ്ഡം പ്ലാന്റി ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് കിങ്ഡത്തെ കുറിച്ചാണ്, കിങ്ഡം അല്ലെ, കിങ്ഡത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊണീറ, അതിന്റെ ഒരു നിർവചനം, എങ്ങനെയുള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ ഈ മൊണീറ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 5 ടേംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ ആൻഡ് അനിമേലിയ. ഇനി ഇതിനകത്ത് മൊണീറ, കിങ്ഡം മൊണീറ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഓർഗാനിസത്തെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്? This is the kingdom of prokaryotes. പുതിയൊരു ടേം, prokaryotes. This is a kingdom of prokaryotes. എന്താണ് prokaryotes എന്ന് വെച്ചാൽ? prokaryotes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് എന്നാണ് അർത്ഥം. prokaryotes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് എന്നാണ് അർത്ഥം. അപ്പോ ദ കിങ്ഡം ഓഫ് prokaryotes അതാണ് മൊണീറ. prokaryotes means primitive nucleated. What does it mean? Primitive nucleus. In primitive organisms, unicellular primitive organisms, you can see that there is no well-defined nucleus. There is no well-defined nucleus and other membrane-bound organelles. ഒരു സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ സെല്ലിനകത്ത് വ്യക്തമായിട്ട് നിർവചിക്കാവുന്ന ന്യൂക്ലിയസ്, എന്താണ് മർമ്മം, ന്യൂക്ലിയസ് അല്ലെ, മർമ്മം കാണത്തില്ല. വ്യക്തമായിട്ട് നിർവചിക്കാവുന്ന ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കാണത്തില്ല. അപ്പോ വ്യക്തമായിട്ട് നിർവചിക്കാത്ത എന്ന് പറയുന്ന കാരണം എന്താണ്? there is no well defined nucleus എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മെംബ്രെയിൻ ബൗണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ചുറ്റിലുമായിട്ട് ഒരു ഡബിൾ മെംബ്രെയിൻ കാണാം. ഡബിൾ മെംബ്രെയിൻ in an advanced nucleus.
അപ്പോൾ ഒരു ഡബിൾ മെംബ്രെയിൻ കാണാം. അപ്പൊ ആ ഒരു ഡബിൾ മെംബ്രെയിൻ എവിടെ ഇല്ല? ഈ പറഞ്ഞ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രിമിറ്റീവ് സെല്ലില് അതിന്റെ ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകില്ല. അങ്ങനെ ഇല്ലെങ്കിലും അതിനകത്ത് കാണേണ്ടുന്ന കാര്യങ്ങൾ ആ സെല്ലിനകത്തുണ്ട്. മെംബ്രെയിൻ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് എന്ത് വേണം? അതിനകത്ത് ന്യൂക്ലിക് ആസിഡ് കാണണം. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇറ്റ് മേ ബി RNA ഓർ DNA ലൈക്ക് ദാറ്റ്. അപ്പൊ സാധാരണഗതിയിൽ DNA എന്ന് പറയുന്ന വസ്തു അതിനകത്ത് കാണും. ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ആ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA എന്ന് പറയുന്ന വസ്തു എവിടെയുണ്ട്? ഈ സെല്ലിനകത്തുണ്ട്. അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റിലുമായിട്ട് ഒരു ഡബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ഇല്ല, ഒരു ആവരണം ഇല്ല. സോ ദാറ്റ് ഈസ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത. അതാണ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത. ഇനി മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്ത് കാണപ്പെടുന്ന അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? ഒരു സെല്ലിനകത്ത് എന്തെല്ലാം ഘടകങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ആണ് അതിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, പിന്നെന്താണ് റൈബോസോംസ്, ലൈസോസോം, ഗോൾഗി ബോഡീസ് അല്ലെ, പ്ലാസ്റ്റിഡ്സ്, അപ്പൊ അങ്ങനെ മൈറ്റോകോൺട്രിയ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈബോസോംസ് ഒഴികെയുള്ള പല ഓർഗനൽസിനകത്തും ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് എവിടെ കാണത്തില്ല? ഈ പറഞ്ഞ പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് കാണത്തില്ല. അപ്പോ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെല്ലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാകില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് എന്താണ്? കിങ്ഡം മൊണീറ. ഇതിനകത്ത് കിങ്ഡം ഓഫ് പ്രോകാരിയോട്സ്. അപ്പൊ അതിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള ജീവികളായിരിക്കും അതിനകത്ത് വരാൻ സാധ്യതയുള്ളത്? ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണ് ഈ പറഞ്ഞ കിങ്ഡം മൊണീറയിൽ വരാൻ സാധ്യതയുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് അതല്ലെങ്കിൽ ഏറ്റവും പ്രകടമായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിവർഗം എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. അപ്പോ ബാക്ടീരിയകൾ ആണ് ഈ കിങ്ഡം മൊണീറയില് വരാൻ സാധ്യതയുള്ള ജീവികൾ. ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയകൾ എന്ന് പറയുന്നത് അവയുടെ സെല്ല് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് ആണ്. എന്നുവെച്ചാൽ പ്രോകാരിയോട്ടിക് സെല്ലുകളാണ്. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലുകൾ ഉള്ളത് കൊണ്ട് ഈ ബാക്ടീരിയകൾ ഏതിനകത്ത് വരുന്നു? കിങ്ഡം മൊണീറ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. ഇനി നമ്മൾ പഠിക്കേണ്ടുന്നത് ബാക്ടീരിയകൾ ഏതെല്ലാം തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഉള്ളത്. ബാക്ടീരിയകൾ പല തരത്തിൽ ഉണ്ട്. ഒന്ന് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേം നമ്മൾ ഓർക്കണം. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are ancient bacteria. Archaebacteria are ancient bacteria. അപ്പൊ ഏൻഷ്യന്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ബാക്ടീരിയകളിൽ തന്നെ വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. അവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റാറ്റിലെ കണ്ടീഷനിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. They can live in extreme habitats. അതിന്റെ സെൽ വാളിന്റെ പ്രത്യേകത ഉണ്ട്. സെൽ വാൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു സെല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു ആവരണമാണ്. സെല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള ആവരണമാണ്. അത് പ്ലാന്റ്സിനകത്ത് സെൽ വാൾ ഉണ്ട് അല്ലെ, ഫംഗസിനകത്ത് സെൽ വാൾ ഉണ്ട്. അതേസമയം അനിമൽസിനകത്തോ ഒരു സെല്ലിന്റെ വാൾ എന്ന് പറയുന്ന സംഗതി സാധാരണഗതിയിൽ കാണുമോ? ഇല്ല. സെൽ വാൾ എന്ന് പറയുന്നത് കാണത്തില്ല. അപ്പോ അനിമൽ സെല്ലിനകത്ത് സെൽ വാള് ഇല്ല. അപ്പോ സെൽ വാള് എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ ഏൻഷ്യന്റ് ബാക്ടീരിയകളുടെ പ്രത്യേകത അതിന്റെ സെൽ വാളിന്റെ ഒരു പ്രത്യേകതയാണ്.
ആ സെൽ വാളിന്റെ പ്രത്യേകത കൊണ്ട് അവയ്ക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ, ചില ഹാബിറ്റാറ്റില്, ചില പരിസ്ഥിതികളിൽ അതിന് ജീവിക്കാൻ കഴിയും. എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോ pH വേരിയേഷൻ. എന്താ pH വേരിയേഷൻ? അസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി, അല്ലെ? അസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി. അപ്പോ വളരെ ആസിഡ് ആയിട്ടുള്ള കണ്ടീഷനിലോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള കണ്ടീഷനിലോ ഒക്കെ അവയ്ക്ക് വേണമെങ്കിൽ അതിജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചില ബാക്ടീരിയകൾക്ക് എക്സ്ട്രീം ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ കഴിയും. ടെമ്പറേച്ചർ വേരിയേഷൻ, ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ കഴിയും. ചില ബാക്ടീരിയകൾക്ക് സാൾട്ടി കണ്ടീഷനെ അതിജീവിക്കാൻ കഴിയും. സാൾട്ടി കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ ചില മിക്കവാറും ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകും, അല്ലെ? ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചില ബാക്ടീരിയകളെ നശിപ്പിക്കാറുണ്ട്. ഉപ്പ് പലപ്പോഴും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ബാക്ടീരിയകൾ, അതായത് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകളുടെ പ്രത്യേകത ഈ പറഞ്ഞ കണ്ടീഷനെയൊക്കെ അതിജീവിക്കാൻ കരുത്തുള്ള ഇനം ബാക്ടീരിയകളാണ് എന്നുള്ളതാണ്. അതില് ഏറ്റവും പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഇതിനകത്ത് ഉള്ളത്. ആർക്കി ബാക്ടീരിയകളില് ഒന്ന് മെത്തനോജൻസ്. Methanogents or methane producers. Methanogents എന്ന് പറയുന്ന വിഭാഗം. 2 ഹാലോഫൈറ്റ്സ്. മൂന്ന് തെർമോ അസിഡോഫൈറ്റ്സ്. മെത്തനോജൻസ്, ഹാലോഫൈറ്റ്സ് ആൻഡ് തെർമോ അസിഡോഫൈറ്റ്സ്. അങ്ങനെ 3 തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉള്ളത്. അപ്പോൾ ആർക്കി ബാക്ടീരിയകളില് ഈ പറഞ്ഞ മെത്തനോജൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ദേ ആർ മീഥെയിൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. ദേ ആർ മീഥെയിൻ എന്ന് പറയുന്ന വാതകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് മീഥെയിൻ? മീഥെയിൻ എന്ന് പറയുന്ന വാതകം സാധാരണയായിട്ട് എവിടെ കാണപ്പെടുന്നു? ബയോഗ്യാസ് പ്ലാന്റ് കേട്ടിട്ടുണ്ട്. ബയോഗ്യാസ്, അല്ലെ? ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്ന വാതകം, ബയോഗ്യാസിൽ ഉണ്ടാകുന്ന വാതകം മീഥെയിനാണ്, അല്ലെ? ആ മീഥെയിൻ എന്ന് പറയുന്ന വാതകം ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഉണ്ടാകുന്നതിന് കാരണം ഈ പറഞ്ഞ മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ ഈ പ്ലാന്റിൽ ഉള്ളത് കൊണ്ട്, ഇതാണ് ഈ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഉള്ളത് കൊണ്ട് they can produce മീഥെയിൻ എന്ന് പറയുന്ന വാതകം അവയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ അതാണ് മെത്തനോജൻസ്. ഇത് കൂടാതെ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ ചില ഓർഗാനിസത്തിന്റെ ഇൻഡസ്ട്രിയിലും കാണപ്പെടുന്നു. They are seen in the guts of ruminant animals. മെത്തനോജൻസ് റൂമിനന്റ് അനിമൽസില്, റൂമിനന്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? റൂമിനന്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയവിറക്കുന്ന അനിമൽസ്. ഇതാണ് ഈ അയവിറക്കുക. ആദ്യം ഈ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അനിമൽസ് പോയി പെട്ടെന്ന് പുല്ലൊക്കെ അങ്ങ് കുറച്ച് ചവച്ച് അകത്തായി കഴിഞ്ഞ ശേഷം സൗകര്യം കിട്ടുമ്പോൾ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അതിനെ വീണ്ടും എടുത്ത് എന്ത് ചെയ്യുന്നു? അതിനെ നന്നായിട്ട് ചവച്ചരച്ച് വീണ്ടും ഇറങ്ങും. അപ്പൊ റൂമിനന്റ് അനിമൽസിന്റെ നമ്മൾ ഇൻഡസ്ട്രിയിൽ അതിന്റെ ഗട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ സ്റ്റൊമക്കിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയും. സ്റ്റൊമക്കിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങൾ. അപ്പോ ഈ 4 ഭാഗങ്ങളിൽ ആദ്യത്തേതാണ് റൂമൻ എന്ന് പറയുന്നത്.
ആ റൂമൻ എന്ന് പറയുന്ന ആ ഭാഗം അതിന്റെ ബേസ് ചെയ്താണ് നമ്മൾ റൂമിനന്റ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. റൂമിനന്റ് അനിമൽസ് ആർ ഹാവിംഗ് റൂമൻ ടു സ്റ്റോർ ദി ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഇനിഷ്യലി ആദ്യമായിട്ട് ഈ ആഹാര വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതാണ് ഈ റൂമൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ആ റൂമൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ചേംബർ അതിന്റെ സ്റ്റൊമക്കിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ റൂമിനന്റ് അനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ റൂമിനന്റ് അനിമൽസിന്റെ ആ അനിമൽസില് അതിന്റെ ഇൻഡസ്ട്രിയില് എന്തുണ്ട്, അതിന്റെ ഇൻഡസ്ട്രിയില് ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ ഉണ്ട്. അത് അതിന്റെ സെല്ലോസിന്റെ ഡൈജഷനെയൊക്കെ സഹായിക്കുന്നു. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഹാലോഫൈൽസ് എന്ന് പറയുന്ന ഓർഗാനിസം. ഹാലോഫൈൽസ് എന്ന് പറയുന്ന വിഭാഗം. ഹാലോഫൈൽസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബ്രൈൻ സൊല്യൂഷൻ അതല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. സാൾട്ടി കണ്ടീഷൻ. സാധാരണയിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ സാൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും മുറിവോ അതല്ലെങ്കിൽ സെപ്റ്റിക് ഒക്കെ ആയി കഴിഞ്ഞാൽ പലപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്, ഉപ്പ് വെള്ളം കൊണ്ട് ഒക്കെ ചിലപ്പോൾ തുടച്ചിട്ട് അതിനകത്ത് മരുന്ന് കഴിക്കാറുണ്ട് പല ആളുകൾ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്, ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാൾട്ട് കണ്ടീഷനെ അതിജീവിക്കാൻ കരുത്തുള്ള ബാക്ടീരിയകളുടെ പേരാണ് ഹാലോഫൈൽസ്. ആ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഹാലോഫൈൽസ് എന്ന് പറയും. ഇനി അടുത്തത് തെർമോ അസിഡോഫൈൽസ്. എന്താണ് തെർമോ അസിഡോഫൈൽസ്? ഈ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾക്ക് എക്സ്ട്രീം ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ആസിഡ് കണ്ടീഷനിലും അതിനെ ജീവിക്കാൻ കഴിയും. സാധാരണയായിട്ട് ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ഹോട്ട് സൾഫർ സ്പ്രിങ്സിലൊക്കെയാണ്. ഹോട്ട് സൾഫർ സ്പ്രിങ്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉറവ. ഇപ്പോ വാട്ടറിന്റെ ഉറവുകൾ ഉണ്ടാകും അല്ലെ, നീര്. ഹോട്ട് എന്താണ്, വാട്ടർ സ്പ്രിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഭൂമിയിൽ ഈ സൾഫറിന്റെ സ്പ്രിങ്ങുകൾ, ഹോട്ടായിട്ടുള്ള ചില ഏരിയകളിൽ സൾഫർ സ്പ്രിങ്സ് ഒക്കെ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിലും ആസിഡ് ആയിട്ടുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷനിലും അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള കണ്ടീഷനിലും ഒക്കെ ജീവിക്കാൻ കരുത്തുള്ള ചില ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞത് ആർക്കിബാക്ടീരിയ. ആദ്യത്തെ ഗ്രൂപ്പ് ആർക്കിബാക്ടീരിയ. അപ്പൊ ഈ ആർക്കിബാക്ടീരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്ന് മെത്തനോജൻസ്, they are methane producers. 2 halophiles, which can live in a salty condition. And then thermoacidophiles, they can live in hot sulfur springs and in acidic or alkaline condition. പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് യു ബാക്ടീരിയകളെ കുറിച്ചാണ്. യു ബാക്ടീരിയ. അപ്പോ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി യു ബാക്ടീരിയ എന്ന വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യു ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 2 ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബാക്ടീരിയ. അപ്പോ ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പലതരത്തിലുള്ള ബാക്ടീരിയകളെ കുറിച്ച് പറയും. അതില് പലതരത്തിലുള്ള ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളുണ്ട്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളുണ്ട്. അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സയാനോ ബാക്ടീരിയ. There is an autotrophic bacteria. അപ്പോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളും ഉണ്ട്.
എന്താണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ആട്ടോട്രോഫിക് ബാക്ടീരിയ, രണ്ട് ടേംസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ആട്ടോട്രോഫിക് ബാക്ടീരിയയും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയും, അങ്ങനെ രണ്ട് ടേംസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ? ആ ടേം ആട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ സ്വപോഷികളും പരപോഷികളും എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഈ എന്താണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകൾ, അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകൾ. ഇതിനകത്ത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they depends on other organisms for their food. മറ്റ് ഓർഗാനിസത്തെ ആഹാരത്തിനായിട്ട് ആശ്രയിക്കുന്ന ബാക്ടീരിയകളാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അപ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാകാം. മൂന്ന് തരത്തിൽ ഉണ്ടാകാം എന്ന് നമുക്ക് പറയാം. അപ്പൊ അതില് ആഹാരത്തിനു വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ബാക്ടീരിയകൾ, ഒന്ന് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത് പാരസൈറ്റിക് ബാക്ടീരിയ ആണ്. പാരസൈറ്റിക്. സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ആണ്. ഇനി സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. സിംബയോട്ടിക് ബാക്ടീരിയ ആകാം. അപ്പൊ അതിനകത്ത് ഒന്ന് പാരസൈറ്റിക് ബാക്ടീരിയ, രണ്ട് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, മൂന്നാമത്തത് സിംബയോട്ടിക് ബാക്ടീരിയ. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ട്. എന്താണ് പാരസൈറ്റിക് ബാക്ടീരിയ? പാരസൈറ്റിക് ബാക്ടീരിയ ആർ പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് വിച്ച് ആർ leading some diseases, അല്ലെങ്കിൽ which is causing certain diseases. ചില ഡിസീസുകൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് പാരസൈറ്റിക് ബാക്ടീരിയ. ഇപ്പോ വിബ്രിയോ കോളറേ എന്ന് പറയുന്ന ബാക്ടീരിയ is causing the cholera disease. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ which is causing typhoid. അപ്പൊ അങ്ങനെയുള്ള പല ഡിസീസിനെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ, സോ ഡിസീസ് കോസിംഗ് ബാക്ടീരിയ, അതാണ് പാരസൈറ്റിക് ബാക്ടീരിയ. ഇനി സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസൈറ്റിക് ബാക്ടീരിയ ആർ ലിവിംഗ് ഇൻ ദി ബോഡി ഓഫ് സർട്ടൻ അതർ ഓർഗാനിസംസ്. മറ്റ് ഓർഗാനിസത്തിനകത്ത് ജീവിക്കുന്ന, ജീവനുള്ള വസ്തുക്കളിൽ ജീവിക്കുന്ന ബാക്ടീരിയ അല്ലെ, കോസിംഗ് ഡിസീസസ്, അതാണ് പാരസൈറ്റിക് ബാക്ടീരിയ. സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിവിംഗ് ഇൻ ദി ഡെഡ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസം. ഡെഡ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസം, മറ്റ് ഓർഗാനിസത്തിന്റെ ഡെഡ് ബോഡീസിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് എന്ത്? സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഇനി ചില ബാക്ടീരിയകൾ സിംബയോട്ടിക് ബാക്ടീരിയകളാണ്. എന്താണ് ഈ സിംബയോട്ടിക് ബാക്ടീരിയ? സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർഗാനിസം ഒരുമിച്ച് ജീവിക്കുകയും അങ്ങനെ ജീവിക്കുന്നതിലൂടെ ഈ രണ്ട് ജീവികൾക്കും പ്രയോജനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് സിംബയോസിസ്. ദാറ്റ് ഈസ് സിംബയോസിസ്. അങ്ങനെ ചില ബാക്ടീരിയകൾ സിംബയോട്ടിക് ബാക്ടീരിയകളായിട്ട് ഉണ്ട്. എന്താണ് സിംബയോട്ടിക് ബാക്ടീരിയ? സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് റൈസോബിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൈസോബിയം, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ. റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ എവിടെ ജീവിക്കുന്നു? റൈസോബിയം ഈസ് ലിവിംഗ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സിന്റെ എന്ന് വെച്ചാൽ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന എന്താണ് നോഡ്യൂൾസിനകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ഈ പറഞ്ഞ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ. That is a symbiotic bacteria. എന്താണ് ഈ സിംബയോട്ടിക് ബാക്ടീരിയ ചെയ്യുന്നത്? They fix atmospheric nitrogen. അന്തരീക്ഷത്തിലെ നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റി ഈ റൂട്ട് നോഡ്യൂൾസിൽ സംഭരിച്ചു വെക്കും. അത് പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ കഴിയും. അതേസമയം ഈ ബാക്ടീരിയകൾക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ പയറുവർഗത്തിന്റെ നോഡ്യൂൾസിൽ കാണുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു അസോസിയേഷനാണ് ഈ സിംബയോസിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത്
സയാനോബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ. എന്താണ് സയാനോബാക്ടീരിയ? They are also called blue-green algae. Cyanobacteria is also called blue-green algae. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ട്രൂ ബാക്ടീരിയയിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ പലതരത്തിലുണ്ട് അല്ലേ? They may be parasitic, they may be saprophytic, they may be symbiotic അല്ലേ? Parasitic, living in the body of other organisms. Saprophytic, living in certain dead bodies of other organisms, and symbiotic organisms are living in other organisms, which helps the organism to live a life. So they are symbiotic life. It is an association between two organisms in which both the organisms are benefited. രണ്ട് ഓർഗാനിസത്തിനും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അസോസിയേഷൻ ആണ് ഈ ബാക്ടീരിയകൾ ലീഡ് ചെയ്യുന്നത്.